അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കുറുമയുടെയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനാണ്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളി വേണം. ഞാനിപ്പോൾ 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കൻ്റെ അളവിലേക്ക് 3 വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വലിയ വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. പൊടികളായിട്ട് മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ വേണം. ഏലക്കയും പട്ടയും കറാമ്പും സമം എടുത്തിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഒരു പൊട്ടാറ്റോ എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറുമ ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ പൊട്ടാറ്റോ കൂടെ ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കട്ടിയുള്ള പാലും എടുത്തിട്ടുണ്ട്. അതുപോലെ 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 1ാം പാലും 2ാം പാലും. തേങ്ങയുടെ അളവെന്ന് പറഞ്ഞാൽ ഞാനൊരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 1ാം പാലും 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാലിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും അതുപോലെ ഒരു 12 അണ്ടിപ്പരിപ്പ് കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ് ഇത്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ വേണം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി വഴറ്റുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി ഏകദേശം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയിൽ അരച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അത് മൊത്തത്തിൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ 3 ടേബിൾ സ്പൂൺ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ട് അങ്ങോട്ട് ഈ ഉള്ളിയുടെ കൂടെ മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഏകദേശം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 3/4 ഭാഗം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തക്കാളിയുടെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് പൊട്ടാറ്റോ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. തക്കാളി, ഉരുളക്കിഴങ്ങൊക്കെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. തക്കാളി ഒരുപാട് ഉടയൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനും ഉരുളക്കിഴങ്ങും തക്കാളിയും എല്ലാം വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 2ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കട്ടിയുള്ള പാൽ നമ്മൾ ലാസ്റ്റിലാണ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനതൊരു വലിയ കടായിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൽ വേവിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് വലിയ കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 250 ml കപ്പിന് 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഈ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒരു 15 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉപ്പൊക്കെ പാകാൻ നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങും എല്ലാം പാകത്തിനായിട്ട് വെന്തിട്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരച്ചൊഴിക്കുമ്പോൾ കറിക്ക് കുറച്ച് തിക്നെസ് ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടെ അരച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് അതൊന്ന് തിളപ്പിച്ചെടുക്കണം.
അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോവാതെ നോക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അതുപോലെ ഇതിൽ നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടില്ല. മല്ലിയില അതുപോലെ 2 പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റിലായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചൊരു പകുതി തക്കാളി ഉണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊരു തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ തണുപ്പായ കാരണമാണ് വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കുന്നത്. അത് ഈ കറിയിലിട്ടുമ്പോൾ മെൽറ്റ് ആയിക്കോളും. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെക്കുക. അതിന് ശേഷം നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ